വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായി, ദൈവകൃപ അനുഭവിക്കുവാനായി ദൈവം ദാനമായി തന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ദൈവം തൻ്റെ ഉള്ള കയ്യിലെന്നതുപോലെ നമ്മെ വഹിച്ചു. ഇത് പറയുമ്പോൾ അനേകർ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ പ്രതികൂലങ്ങളാൽ മറ്റ് പല കാരണത്താൽ ലോകത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ജീവിതം വിട്ട് കടന്നു പോകുവാനും ഒക്കെ ഇട വന്നപ്പോൾ കർത്താവ് നമ്മെ കരുതിയ വിധങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഓരോ ദിവസവും നമുക്ക് വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായി ദൈവം കുനിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്ന തൻ്റെ മക്കളുണ്ടോ, ആരോ ആണ് തന്നെ അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാനും അതിനെ തുടർന്ന് നിത്യതയിൽ കർത്താവിനോടൊപ്പം ഒരു ജീവിതം ജീവിക്കുവാനും തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളോടും സംസാരിക്കുവാനായി കർത്താവ് ഈ പകൽക്കാലവും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായി, ദൈവത്തിൻ്റെ സ്നേഹം അധികമായി അനുഭവിക്കുവാനായി നമുക്ക് ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഈ ദിവസത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച. അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവായി, ഞങ്ങളെ ദൈവമേ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനായി, ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഉള്ളതുപോലെ അറിയുന്നവനായി, കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും ദൂരത്ത് നിന്ന് അറിയുന്നു എന്ന വചനത്തിൽ പറയുന്നതിനാൽ അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി അവിടെ നിന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങളുടെ ദൈവമേ സകല വിധമായിരിക്കുന്ന ആവശ്യങ്ങളിലും കർത്താവിൻ്റെ തുണ ഞങ്ങൾ ചോദിക്കുന്നപ്പോൾ ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്ന കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് വചനം പറയുന്നതിനാൽ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ബലമില്ലാത്തവരായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൽ ഹൃദയത്തിൽ പകരുന്ന പുതുബലത്തിനായി നന്ദി അപ്പ. പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നില്ല എങ്കിലും അതിനെ നേരിടുവാൻ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അതിനൊരു പരിഹാരമുണ്ടെന്നും ഒരു നീക്കുപോക്ക് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നും ദൈവസന്നിധിയിൽ താണിരിക്കേണ്ടുന്ന സമയം കൃപയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഈ പകൽക്കാലം ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കർത്താവെ സകലതും ദൈവകരങ്ങളിലേക്ക് വയ്ക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യങ്ങൾ ഇരിക്കുന്ന കുടുംബങ്ങളാണ് അപ്പച്ച. ദൈവമേ, ചിലർ ഈ മഴയുടെ പ്രതികൂലങ്ങളിൽ ജോലിയില്ലാതെ ഉപജീവനം നഷ്ടപ്പെട്ട് കർത്താവ് പുറത്തൊക്കെ പണി ചെയ്യുന്നവർക്ക് അതില്ലാതെ വരുമാന മാർഗങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ അവിടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കാക്കയായി ചേലിയാവിനെ പോറ്റിയ ദൈവം, വിധവയുടെ ഭവനത്തിൽ കർത്താവെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതെ ദൈവമേ പോറ്റി പുലർത്തിയ ദൈവം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം കർത്താവെ ഇന്നും ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില ഭവനങ്ങളിൽ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതിരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കർത്താവെ അവർക്ക് കൊടുത്തു വിടുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യപ്പെടുന്ന മാതാപിതാക്കൾക്ക് അതിനുള്ള എല്ലാ മുഖാന്തരങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യാത്രയിലൊക്കെ ആകുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ മഴക്കെടുതികളിൽ കർത്താവെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടരുത്. കാറ്റിലും ദൈവമേ മറ്റ് പ്രതികൂലങ്ങളിലും ആയി പോകരുത് കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക നാശനഷ്ടങ്ങൾ കർത്താവെ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി സംബന്ധമായി കർത്താവെ വളരെ നഷ്ടവും പ്രതികൂലങ്ങളും വന്നിരിക്കുമ്പോൾ സ്വർഗം സകലതിന് ദൈവമേ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ജനത്തിൻ്റെ ജീവിതത്തിന് ദൈവമേ ആപത്ത് വരാതെ അവിടെ നിന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തീരപ്രദേശങ്ങളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. അവിടെയുള്ള ജനം ദൈവമേ സമാധാനത്തോടു കൂടി ആയിരിക്കുവാൻ സഹായിക്കണമേ അപ്പച്ച. അവരുടെ ദൈവമേ ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. കിടരോഗികളായിരിക്കുന്നവർ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവമേ ട്രീറ്റ്മെൻറ്റിനായൊക്കെ കടന്നു പോകേണ്ടി വരുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. വാഹന സൗകര്യങ്ങളൊക്കെ കർത്താവെ അവർക്ക് ഒരുക്കി കൊടുക്കണമേ അപ്പ. വാഹനങ്ങൾ കടന്നു പോകാത്ത ഭവനങ്ങളുണ്ട് കർത്താവെ. പലരും എടുത്തു കൊണ്ടുവരേണ്ടുന്ന അവസ്ഥയിലൊക്കെ സഹായിപ്പാൻ ആളില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ ദൈവമേ അവിടെ നിന്ന് ദൂതന്മാരെ അയച്ചു സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ചില കേസിൻ്റെ കുരുക്കുകളിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് വിടുവിക്കണമേ ദൈവമേ. സ്തോത്രം.
ജയിലുകളിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരണമേ ദൈവമേ. അത് നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലാകട്ടെ, ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും അറിഞ്ഞും അറിയാതെയും പലതിലും ചെന്ന് പെട്ടു കർത്താവെ, അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ദൂതനെ അവിടെ നയിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച. ദൈവം സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവമേ, അവിചാരിതമായി അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നവരെ കർത്താവെ സമാധാനത്തെ നൽകി ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച. ഒരു പരിഹാരമില്ലെന്ന് കരുതുന്ന ഇടത്ത് കുരുക്കുകളെ അഴിക്കുന്ന ദൈവം കർത്താവെ, ആഴിയുടെ ആഴങ്ങളിലും വഴി തുറക്കുന്ന ദൈവം, മരുഭൂമിയിലും പെരുമ്പാറ കൂട്ടങ്ങൾക്ക് നടുവിലും വഴി ഒരുക്കുന്ന ദൈവം, അത്ഭുതകരമായി ഓരോ കുടുംബവും അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ മഴക്കാലത്ത് പകർച്ചവ്യാധികളൊക്കെ പകർന്നിരിക്കുമ്പോൾ കർത്താവെ, അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടിക്കുന്ന ദൈവമേ ജലത്തെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെല്ലാം തിങ്ങി പാർക്കുമ്പോൾ കർത്താവെ, പ്രത്യേകിച്ച് കിണറിലെ ജലമൊക്കെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവമേ, ആ വെള്ളത്തെ എല്ലാം അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ. ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും. നീ കഴിക്കുന്ന അപ്പത്തെയും കുടിക്കുന്ന ജലത്തെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവെ, ഈ ദിവസങ്ങളിൽ ആ വെള്ളത്തെ എല്ലാം അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ. അതിൽ കൂടി പകരുന്ന ദൈവമേ രോഗങ്ങൾ ദൈവമേ നിൻ്റെ ജനത്തെ ബാധിക്കാതെ വണ്ണം കർത്താവ് അവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രതീക്ഷിതമായി ചില ആക്സിഡൻറ്റുകൾ സംഭവിച്ചിരിക്കുന്നവർ ദൈവമേ, അതിൻ്റെ സർജറികൾക്കായി കാത്തിരിക്കുന്നവർ, ഡയാലിസിസ് ചെയ്ത് ദൈവമേ ശരീരമൊക്കെ വല്ലാതെ അതിനോട് ദൈവമേ പ്രതികരിക്കാതെ ഒക്കെ ആയിപ്പോയിരിക്കുന്നവർ, ബ്ലഡ് ക്ലോട്ടാകുന്ന അവസ്ഥയിലിരിക്കുന്നവർ കർത്താവെ സ്തോത്രം, അവരെല്ലാം അവിടെ നിന്ന് വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അപ്പച്ച, യാത്രയിലൊക്കെ ആകുന്ന കുഞ്ഞുങ്ങൾ, മുതിർന്നവർ കർത്താവെ, സഹോദരങ്ങൾ റോഡ് യാത്രകൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കർത്താവെ, വാഹനത്തെ ഓടിക്കുന്നവർ ദൈവമേ ഉറങ്ങിപ്പോകുവാൻ, മയങ്ങിപ്പോകുവാൻ കർത്താവെ, വെള്ളത്തിലൊന്നും ആപത്തുകൾ അനർത്ഥങ്ങൾ വരാതിരിപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഓരോ പ്രിയ കുടുംബത്തെയും വ്യക്തികളെയും ഞങ്ങൾ മുദ്ര വച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് ഉള്ള യാത്രയിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയാലും അവിടെ നടന്നൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. അവർ ആ ഏദോം ദേശത്തേക്ക് എത്തുമ്പോൾ, കാദേശിലേക്ക് അടുക്കുന്ന സമയം ഏദോം ദേശത്തെത്തുമ്പോൾ ആ ഏദോം രാജാവ് ഇവർക്ക് അതുവഴി നടക്കുവാനായി അവരുടെ രാജ്യത്തുകൂടെ, അവർ പറയുന്ന വെള്ളം പോലും ഞങ്ങൾ ചോദിക്കുകയില്ല, വഴി നടക്കുവാൻ ഒരു അനുവാദം ചോദിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ആ ഏദോം രാജാവ് തൻ്റെ ദേശത്ത് കൂടി നടക്കുവാൻ അവൻ അനുവദിച്ചില്ല. അങ്ങനെ അവർക്ക് ചുറ്റി പോകേണ്ടി വന്നു. ഹോർ പർവ്വതത്തിനിടയിൽ കൂടി അവർക്ക് ചുറ്റി പോകേണ്ടി വന്നു. ജനം അപ്പോൾ വല്ലാതെ വലഞ്ഞു. ആ വഴി യാത്രയുടെ ബുദ്ധിമുട്ട് മുഖേന അവർ വല്ലാതെ വലഞ്ഞു. അപ്പോൾ അവർ യഹോവയ്ക്കെതിരായി പിറുപിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്കിത് മതിയായി, ഇവിടെയുള്ള ഈ മന്നയും ഈ വെള്ളവും കുടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്നെല്ലാം പറഞ്ഞ് അവർ ആ വാഗ്ദത്തത്തിലേക്ക് എത്തുന്ന സമയമുള്ള ആ ഒരു പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ ആ യാത്രയുടെ ഒരല്പം ബുദ്ധിമുട്ടിൽ അവർ യഹോവയ്ക്ക് വിരോധമായി പിറുപിറുത്തപ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് അത് കേട്ടു. അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയക്കുകയാണ്. ദൈവത്തിന് വിരോധമായി പിറുപിറുത്ത ആ ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ പിറുപിറുത്തവർ നാശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അഗ്നിസർപ്പങ്ങൾ അവരുടെ ഇടയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ജനത്തെ എല്ലാ അഗ്നിസർപ്പങ്ങൾ കടിച്ചു മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശ യഹോവയുടെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. ആ മോശയെ പോലെ ഇത്രമാത്രം ഈ ജനത്തിന് വേണ്ടി ഹൃദയഭാരം ഏറ്റെടുത്ത മറ്റൊരു വ്യക്തി കാണുമോ എന്നറിയുകയില്ല. അവർ പിറുപിറുത്തിട്ടാണ് നശിച്ചതെങ്കിലും മോശ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ യഹോവ അവിടെ ഒരു പരിഹാരം വയ്ക്കുകയാണ്. നിങ്ങൾ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തുക. ആ അഗ്നിസർപ്പത്തിൻ്റെ കടിയേൽക്കുന്ന ജനം ആ കൊടിയിൽ ഉയർത്തിയിരിക്കുന്ന താമ്ര സർപ്പത്തെ നോക്കിക്കഴിഞ്ഞാൽ മരിക്കാതെ രക്ഷപ്പെടും എന്ന് ഒരു പരിഹാരത്തെ യഹോവ പറയുമ്പോൾ മോശ അപ്രകാരം കൊടിമരത്തിന്മേൽ അവിടെ ഒരു താമ്ര സർപ്പത്തെ, ഈ കടിച്ച അതേ സർപ്പത്തിൻ്റെ രൂപത്തിലുള്ളൊരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കുകയും ജനം അതിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഈ സംഭവത്തെക്കുറിച്ച് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എഴുതിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. അത് പറഞ്ഞുകൊണ്ട് ഇനിയൊരു സർപ്പത്തെ ഉയർത്തിയെന്നല്ല, അത് പിന്നത്തെ രാജാക്കന്മാരുടെ
കാലഘട്ടത്തിൽ ജനം ഇതിനെ ഒരു ആചാരമായി കണ്ടു, അല്ലെങ്കിൽ സർപ്പത്തെ ഉയർത്തിയതിനെ കണ്ടു, അതിനെ പിന്നെ ഉടച്ചു കളയുകയാണ്. ആ താമ്ര സർപ്പത്തെ ഉടച്ചു കളയാണ്. നെഗുഷ്ടാൻ എന്ന് പറഞ്ഞ് പിന്നത്തേതിൽ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതൊരു വിഷയത്തിനും പരിഹാരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് വിരോധമായി ജനം തെറ്റ് ചെയ്യുമ്പോഴും അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു പരിഹാരത്തിനായി ആരെങ്കിലും ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ ദൈവം അവരെ കൈവിടുകയില്ല. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. ദൈവത്തിനെതിരെ പിറുപിറുത്ത ആ ജനത്തിന് വേണ്ടി പോലും രക്ഷയ്ക്കായി കർത്താവ്, ഒരു പിതാവായ ദൈവം ഒരു വഴിയൊരുക്കി. അതുപോലെയാണ് പിശാചെന്ന പഴയ പാമ്പായിരുന്ന ആ പിശാചിൻ്റെ കടിയേറ്റ സകല മനുഷ്യവർഗത്തെയും രക്ഷിക്കുവാനായി, അവർ ആ മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് കടന്നുപോയ ആ മനുഷ്യരെ രക്ഷിക്കുവാനായി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വന്നു. അവൻ എന്നേക്കുമായി ആ കാൽവരി കുരിശിൽ മരിച്ചു, നമ്മെ വീണ്ടെടുത്തു. ആരെല്ലാം ആ ക്രൂശിനെ നോക്കുന്നുവോ അവരിലേക്കെല്ലാം പിതാവായ ദൈവത്തിൻ്റെ രക്ഷ നിശ്ചയമായി കടന്നു വരിക തന്നെ ചെയ്യും. റോമർ 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഏത് സർപ്പത്തിൻ്റെ കടിയേറ്റോ, അല്ലെങ്കിൽ പിശാചിൻ്റേതായിരിക്കുന്ന ഏത് ഉപദ്രവത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, കർത്താവായിരിക്കുന്ന യേശുവിനെ നോക്കുക. ഇവിടെ പറയുന്ന പോലെ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനെ ഇതുവരെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവിനെ അറിയുക. അറിഞ്ഞ പ്രിയപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വിഷമത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആ കാൽവരിയിലേക്ക് നോക്കുക. പരിഹാരം നിശ്ചയമായും ദൈവം തരും. ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.